ഹലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹഡിംപ ടെമ്പിളിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നൊന്ന് കണ്ടാലോ. മഞ്ഞിങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ എന്നാ ഒരു ഭംഗിയല്ലേ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഇത്രയും തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഇവിടെ കാണുമെന്ന്. പക്ഷെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ദേവദാരുക്കളുടെ ഇടയ്ക്കുള്ള ഒരു ക്ഷേത്രമാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ വരുമ്പോൾ ഇതാരും മിസ്സാക്കരുത്. അപ്പോൾ ഈ ഹഡിംപ ടെമ്പിളിൻ്റെ കഥ ഒരു ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. നമ്മുടെ മഹാഭാരത കഥയിലെ ഭീമൻ്റെ ഭാര്യയായ ഹിഡിംബി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് ഒരു ഗുഹാക്ഷേത്രമാണ്. കാണുന്ന പോലെ 4 നിലകളാണ്. അതിൽ 3 നിലകൾ 3 മേൽക്കൂര, തടിയുടെ ടൈലും ഏറ്റവും മുകളിലത്തെ കോൺ ഷേപ്പിലുള്ള മേൽക്കൂര അത് പിച്ചളയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരു കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ദേവിയുടെ പാദങ്ങളുടെ മുദ്രയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. പിന്നെ മെയ് മാസമൊക്കെയാണ് ഇവിടുത്തെ ഉത്സവം. അന്നേരം ഇവിടെ അവരുടെ സാംസ്കാരികമായ ആഘോഷവും ഡാൻസ് കലാപരിപാടികളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അത് സമ്മറാണ് സമയത്ത് 2 സീസണും ഉറപ്പായും വന്ന് കാണണം. പിന്നെ മറ്റൊന്ന്, ഒരു സൈഡിൽ കുറച്ച് ആൾക്കാരെ കാണാം ഒരു ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇട്ട്. അത് ഇവിടുത്തെ അതായത് മണാലിയുടെ ഔദ്യോഗിക വസ്ത്രമായ പാട്ടു എന്ന് പറയുന്നത് ആ ഡ്രസ്സാണ്. അതും അതിൻ്റെ കൂടെ ആഭരണങ്ങളും നമുക്ക് ഇടിയിക്കും. പിന്നെ നമ്മുടെ തോളത്ത് കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഒരു കൊട്ടയിൽ പൂക്കളൊക്കെ വെച്ച് ഒരു ഇതും തരും. ഒരു 5 മിനിറ്റ് കൊണ്ട് അവർ ആ ഡ്രസ്സ് ചെയ്യിപ്പിക്കും നമ്മളെ. ഒരു ചെറിയ തുകയാണ്. പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ് മാത്രമല്ല ആണുങ്ങൾക്കുള്ള ഡ്രസ്സും ഉണ്ട്. അപ്പോൾ കപ്പിളായിട്ട് വരുന്നവരും ഇവരുടെ ഈ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാം. ഇവരുടെ പാട്ടു എന്ന ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ, അത് വെച്ചുള്ളൊരു സാമ്പിൾ മോഡലിനെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മഞ്ഞ് പെയ്ത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീഴുന്ന മഞ്ഞിൻ്റെ വലിപ്പവും കട്ടിയും ഒക്കെ കൂടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളിതെല്ലാം കണ്ടിങ്ങനെ കൊണ്ടടിച്ച് കുറേ നേരം ഇത് ഒരുപാട് നേരം മഞ്ഞത്ത് കളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരിയെറിയൊക്കെ ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. ഇനി മഞ്ഞ് കണ്ടില്ലെന്നോ അവിടെ കളിച്ചില്ലെന്നോ ഒന്നും പറയരുതല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് നല്ലോണം ചിലവാക്കി. ഈ ഒരു കാരണം കൊണ്ടൊക്കെ, അതായത് മഞ്ഞ് പെയ്യുന്നത് കൂടും ചില സമയങ്ങളിൽ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് നമ്മുടെ ആ ഡ്രസ്സിങ് സ്റ്റൈല് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്താണ് പോകുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അത് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. മഞ്ഞൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പുറത്തോട്ടിറങ്ങി. വഴിയിലൊക്കെ ഒരുപാട് കടകളുണ്ട്. ഒരു കടയിൽ കയറി ഒന്ന് ചൂടൊക്കെ ആകാൻ, ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു കടയിലൊക്കെ കയറി കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ വന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ തലേദിവസത്തെ മഞ്ഞ് പെയ്ത കാഴ്ചകളെല്ലാം കാണാമായിരുന്നു. റോഡിലും എല്ലാം മഞ്ഞ് മൂടി കിടക്കുന്നതായിരുന്നു. പിന്നെ ആ ഒരു സ്നോ കാരണം ചില സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, വഴി ബ്ലോക്കായിരുന്നു. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാത്തിരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.